പോലീസിൽ പരാതി നൽകിയതിന്റെ വൈരാഗ്യത്തിൽ യുവതിയെയും അച്ഛനെയും വീട്ടിൽ കയറി വെട്ടി പരിക്കേൽപ്പിച്ചു. കൊല്ലം ഏരൂരിലാണ് സംഭവം. ഗുണ്ടാ ലിസ്റ്റിൽപ്പെട്ട ആൾക്കെതിരെയാണ് പരാതി നൽകിയത്. പക്ഷേ 13 ദിവസം കഴിഞ്ഞിട്ടും പോലീസ് നടപടിയെടുത്തിരുന്നില്ല. പോലീസിന്റെ അനാസ്ഥയെ തുടർന്നാണ് പരാതി നൽകിയവർക്കെതിരെ ആക്രമണം ഉണ്ടായതെന്നാണ് ആക്ഷേപം. ഗുണ്ടാ ലിസ്റ്റിൽ ഉൾപ്പെട്ട ചങ്കു സുനിലും സുഹൃത്ത് അനീഷും പ്രായപൂർത്തിയാകാത്ത വ്യക്തിയും ചേർന്നാണ് ആക്രമണം നടത്തിയത്. ഏരൂർ സ്വദേശി വേണുഗോപാലൻ നായരുടെ വീട്ടിൽ അതിക്രമിച്ചു കയറി വെട്ടി പരിക്കേൽപ്പിക്കുകയായിരുന്നു. ആക്രമണത്തിൽ വേണുഗോപാലൻ നായർക്കും മകൾ ആശയ്ക്കും വെട്ടേറ്റു. ചങ്കു സുനിലിനെതിരെ ആശ പോലീസിൽ പരാതി നൽകിയ വൈരാഗ്യത്തിലായിരുന്നു ആക്രമണം. 2:30 വന്ന് മുണ്ടഴിച്ച് കാണിച്ച് അസഭം പറയും, ചീത്ത വിളിക്കുകയും പിന്നെ രാത്രിയിലും ഇരുന്ന് ചീത്ത വിളിക്കുകയും ചെയ്തതിന്റെ പേരിൽ 1-ാം തീയതി കൊണ്ടുവന്ന് കേസ് കൊടുത്തത് അന്ന് അവന്മാരെ വന്ന് പോലീസുകാർ അനാസ്ഥ കാണിച്ചതുകൊണ്ട്. അല്ലായിരുന്നെങ്കിൽ ഇന്നത് സംഭവിക്കത്തുമില്ലായിരുന്നു. എനിക്കും എൻ്റെ അച്ഛനും ഇനി ജീവിക്കാൻ അവന്മാർ ഗുണ്ടകളും നിരവധി കേസിലെയും കാപ്പ കേസിലെയും കഞ്ചാവ് കേസിലെയും എല്ലാം പ്രതികളാണ്. കഴിഞ്ഞ 30-ാം തീയതിയാണ് ആശ മണലിൽ സ്വദേശി ചങ്കു സുനിലിനെതിരെ പരാതി നൽകിയത്. അശ്ലീല പ്രദർശനം നടത്തിയെന്നും അസഭ്യവർഷം നടത്തിയെന്നുമായിരുന്നു പരാതി സ്വീകരിച്ച ഏരൂർ പോലീസ് 13 ദിവസം കഴിഞ്ഞിട്ടും നടപടിയെടുത്തില്ല. യുവതിയുടെ പരാതിയിൽ പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായത് വൻ അനാസ്ഥയാണ്. 2:30 മണിക്ക് ചീത്ത വിളിച്ചതിന്റെ വൈരാഗ്യം ഞങ്ങൾ പിറ്റേന്ന് രാവിലെ 1-ാം തീയതി കേസ് കൊടുത്തു. അതിന്റെ വൈരാഗ്യത്തിൽ ഞങ്ങളെ കൊല്ലുമെന്നും പറഞ്ഞാൽ രാത്രി വീട്ടിൽ കയറി വെട്ടിയതായ 10:30 മണിക്ക്. ഞങ്ങൾ നിരപരാധിയായ ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇവന് കഞ്ചാവ് വിൽപ്പനയും മറ്റുള്ള അധോലോക ബന്ധങ്ങളും ഉള്ളവരാണ്. അവൻ ഏത് സമയത്ത് ഞങ്ങളെ കൊല്ലുന്നുള്ള ഉറപ്പാണ്. ആക്രമണത്തിന് പിന്നാലെയാണ് ചങ്കു സുനിലിനെയും അനീഷിനെയും പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത്. ആശയുടെ പരാതിയിൽ അന്വേഷണം നടത്തിയെന്നായിരുന്നു പോലീസിന്റെ വിശദീകരണം. എന്നാൽ ഗുണ്ടാ ലിസ്റ്റിൽ ഉൾപ്പെട്ട പ്രതിക്കെതിരെ കൃത്യസമയത്ത് പോലീസ് നടപടിയെടുത്തിരുന്നെങ്കിൽ വേണുഗോപാൽ നായരുടെ കുടുംബത്തിന് ഈ അവസ്ഥ ഉണ്ടാകുമായിരുന്നില്ല. പരാതി സ്വീകരിച്ചിട്ടും നടപടിയെടുക്കാത്ത പോലീസിന്റെ അനാസ്ഥയിൽ സ്പെഷ്യൽ ബ്രാഞ്ച് അന്വേഷണം നടത്തും. ജനം, കൊല്ലം.